കുഞ്ഞനാള് മുതല് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ സോണിയ. കുഞ്ഞനാളില് കിടക്കപ്പായ വെച്ചൊരു തീപിടുത്തം ഉണ്ടായിട്ട് അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ആദ്യം അവള് ഈ ലോകത്തെ ഒന്ന് അത്ഭുതപ്പെടുത്തി. പിന്നീട് കൗമാരത്തിന്റെ സ്വപ്നങ്ങളൊക്കെ നെഞ്ചിൽ ഉറയ്ക്കുന്ന കാലഘട്ടത്തില് അപ്പനോടും അമ്മയോടും പറഞ്ഞു, സമർപ്പിത ജീവിതത്തിൽ തമ്പുരാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി അവൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കുഞ്ഞുനാളിലെ തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ വലിയ പ്രായമൊന്നും ആകുന്നതിന് മുമ്പ് മദർ സുപ്പീരിയർ ഒക്കെ ആയി ഞങ്ങൾ ഒരിക്കൽ കൂടി അവൾ അത്ഭുതപ്പെടുത്തി. ഇന്ന് മറ്റാരെക്കാട്ടിലും മുമ്പേ മറ്റാരെക്കാട്ടിലും മുമ്പേ തമ്പുരാന്റെ പക്കലെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അവൾ ഒരിക്കൽ കൂടി നമ്മളെ ഇന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സിസ്റ്റർ സോണിയ. കണ്ടുമുട്ടിയവർക്കൊക്കെ മറന്നു പോകാൻ പറ്റാത്ത ഒരു ചിത്രം ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടാണ് അവൾ ഓരോ വ്യക്തിയുടെ മുമ്പിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത്. സോണിയ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള കാര്യം എന്നെ ആദ്യം അറിയിക്കുന്നത്, അപകടം അറിയിക്കുന്നത് ബോബിയാണ്, സന്നിയുടെ ഹസ്ബൻഡ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സോണിയയുടെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആദ്യ വിവരമായിരുന്നു. പിന്നീട് വന്ന ഓരോ ഫോൺ കോളുകൾ അത് മുഴുവനും സോണിയ എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോയ നന്മകളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഫോൺ വിളിച്ചിട്ട് പറയും, സോണിയ പോയി. പിന്നീട് നിശബ്ദത. ആ നിശബ്ദത ബാക്കി വെക്കുന്നത് ഈ ഭൂമിയിലെ എത്രമാത്രം നന്മകൾ ശേഷിപ്പിക്കാനായിട്ട് ഒരു സന്യാസിനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി. കുഞ്ഞനാള് മുതൽ അവൾക്കുള്ള ഏക സ്വപ്നം എന്ന് പറയുന്നത് വിശുദ്ധയായിട്ട് മാറണം എന്നുള്ളതായിരുന്നു. സെലീന ആന്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും. സോണിയയുടെ അമ്മയോട് ചോദിച്ചു ചെറുപ്പം തൊട്ട് അവൾക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് വിശുദ്ധയായിട്ടൊരു ജീവിതമായിട്ട് മാറണം എന്നുള്ളതായിരുന്നു. അച്ഛനൊക്കെ ആയി ഓരോ സങ്കടകാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പങ്കുവയ്ക്കുന്ന സമയത്ത് അവള് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം കേട്ടിട്ട് പറയും, സാരമില്ലടാ തമ്പുരാന് വേണ്ടിയിട്ടല്ല, സാരമില്ലടാ തമ്പുരാന് വേണ്ടിയിട്ടല്ല. ഇതായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ആദ്യ അവസാനം എന്ന് പറയുന്നത്. ഈ 34-35 വർഷത്തെ കാലഘട്ടത്തില് കുഞ്ഞുനാള് മുതൽ അവൾ കൊണ്ടു നടന്ന സ്വപ്നം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ഒരല്പം മുമ്പേ ദേവാലയത്തിലെ വെള്ളപുഷ്പങ്ങളുടെയും ചുവന്ന പുഷ്പങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് കിടന്നുകൊണ്ട് അവൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യമുണ്ട്, ഞാൻ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട്, എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട്, ഒരു വ്യക്തിക്ക് പോലും ഒരു മുഷിപ്പുണ്ടാക്കാതെ, വേദന ഉണ്ടാക്കാതെ അവളെ കടന്നു പോവുകയാണ്. ജോണി ബാബന്റെ സോണിയാന്റിയുടെ പ്രിയപ്പെട്ട മകളായിട്ട്, സിജോയുടെ കുഞ്ഞാനിയത്തിയായിട്ട്, സന്യായുടെ സോണിയ ചേച്ചിയായിട്ട്, അനിയന്മാർക്കെല്ലാം പ്രിയപ്പെട്ട ചേച്ചിയായിട്ട്, എല്ലാ കുഞ്ഞാച്ചന്മാർക്കും അനിയത്തിയായിട്ട് അവർ ഈ ഭൂമിയിലെ കടന്നു പോവുകയാണ്. ക്രിസ്തുവിലുള്ള ഉയർപ്പിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസവും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്, നമ്മുടെ എല്ലാവർക്കും സ്വർഗത്തിൽ വലിയൊരു മാധ്യസ്ഥ ശക്തിയായിട്ട് ഇന്നു മുതലേ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സോണിയ ഉണ്ടെന്നുള്ള വലിയ ഓർമ്മയിൽ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം.